പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാങ്ക് ആണ്. അതായത് കുറച്ച് മുൻപ് നമ്മൾ പ്ലാങ്ക് വർക്കൗട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിട്ടുണ്ടോ. അതിൽ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് പ്ലാങ്ക് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന പ്ലാങ്ക് പോസ്റ്റ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി നമ്മൾ ടൈമറൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ സാധാരണ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങൾ ചെയ്തു പോകാറുണ്ട്. ഒരുപാട് പേർക്ക് അപ്പോഴും പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ആളുകളാകുമ്പോൾ എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്നില്ല, ശരീരം വഴങ്ങി കിട്ടുന്നില്ല, വേഗം കിതയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള അതായത് പ്ലാങ്ക് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ അധികം താമസിയാതെ തന്നെ നിങ്ങൾക്കൊരു വലിയ രീതിയിലുള്ള വർക്കൗട്ടിലേക്ക് കിടക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാങ്ക് വർക്കൗട്ട്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. അതായത് ഏകദേശം എല്ലാ പ്ലാങ്ക് പോസസിലും നമ്മൾ ഏകദേശം ഒറ്റ പോസിൽ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് വർക്കൗട്ടുകൾ ടൈമറൊക്കെ വെച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ടൈപ്പ് പ്ലാങ്ക്സ് നിങ്ങൾക്ക് ടൈമർ വെച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്ത ആ ടൈം ആയിരിക്കില്ല നമ്മൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ വീണ്ടും ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പതുക്കെ നിങ്ങളുടെ സാധാരണയുള്ള വർക്കൗട്ടിലേക്ക് വരാവുന്നതുമാണ്. അപ്പോൾ ഓവർ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു തുടങ്ങാൻ കുറച്ച് എളുപ്പമുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന വർക്കൗട്ടിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുക. ഇങ്ങനെയുള്ള പ്ലാങ്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ, അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡർ, നമ്മുടെ കോർ മസിൽസ്, ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലൊരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനാണെങ്കിലും ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള വർക്കൗട്ട് കൂടി ചെയ്തു പോവുക. ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. നിർബന്ധമായിട്ട് നിങ്ങളൊരു മാറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യുക. പ്ലാങ്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെറും ഫ്ലോറിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വേർക്കുന്നൊക്കെ സമയത്ത് നമുക്ക് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ മാറ്റൊക്കെ നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക. ഭക്ഷണം കഴിച്ചപാടൊന്നും വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ബ്രീത്തിനും കൂടി നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്തുള്ള ബ്രീത്തും അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റിലും ഉള്ള ബ്രീത്തിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പീഡും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ചെയ്തു വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെറിയ ടൈമൊന്നല്ല വെക്കുന്നത്. 45 സെക്കൻഡ് നമ്മൾ വർക്കും അതേപോലെ 50 സെക്കൻഡ് റെസ്റ്റിംഗ് ടൈമാണ് കൊടുക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ആ റെസ്റ്റിങ്ങിൻ്റെ ടൈം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓവർ റെസ്റ്റ് എടുക്കാണ്ട് കറക്റ്റായിട്ട് ചെയ്തു പോവുക. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്തു പോവുക. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോർമൽ പ്ലാങ്കാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. നമ്മൾ പുഷപ്സ് ഒക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതേപോലെ നിൽക്കുക. കൈകൾ ഈ ഒരു ആംഗിളിലാണ് നിൽക്കുന്നത്. എൽബോയിൽ ഇവിടെ നമ്മൾ ലോഡ് വരുന്നത് പറഞ്ഞാൽ ബോഡി വെയിറ്റ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എൽബോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും. കൈപ്പത്തി പതിച്ച് വെച്ചോ. സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഒരേ ലെവലിലായിരിക്കണം, സ്റ്റഡി ആയിരിക്കണം, കാല് മുതൽ തല വരെയുള്ള ഭാഗം. പിന്നെ നമ്മുടെ ഷോൾഡർ എൽബോ തമ്മിൽ നേർരേഖയിലായിരിക്കണം. ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും ആവരുത്, ഇങ്ങനെ സ്റ്റഡി ആയിരിക്കണം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് പോവുക. ഇതേപോലെ ഹിപ്പ് ഇങ്ങനെ താഴാനോ അല്ലെങ്കിൽ ഓവർ പൊന്താനൊന്നും പാടില്ല. സ്റ്റഡി. ഓക്കെ അല്ലേ? ഇങ്ങനെ റെഡി ആയിട്ട് ചെയ്യുക. മാക്സിമം ടൈം ഹോൾഡ് ചെയ്തോ. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അതായത് നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഈ ഒരു ആംഗിളിൽ നിൽക്കുമ്പോൾ ഓവർ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നത് പോലെ ചെയ്യുക. ബ്രീത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, റിലാക്സ്. ഇപ്പോൾ 45 സെക്കൻഡായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്താൽ മതി. അതായത് ഇനി നമ്മൾ നെക്സ്റ്റ് വൺ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാങ്ക് വിത്ത് ലെഗ് ലിഫ്റ്റ് ആണ്. സെയിം നമ്മൾ ആദ്യം നിന്ന പോലെ തന്നെ നിൽക്കുക. റെഡി? ലെഗ് ലിഫ്റ്റ് ചെയ്യുക. 1 2 മാറി ചെയ്തോ. ബ്രീത്ത് ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. വളരെ സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ലോ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഉണ്ടോ? ഈ ഒരു സ്പീഡിലും ചെയ്യാം. ഓവർ സ്പീഡ് എപ്പോഴും വേണ്ട കേട്ടോ. ഓക്കെ, റെസ്റ്റ്. സ്പീഡ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ നിങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് പ്ലാങ്ക് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇങ്ങനെ ഒരു സൈഡ് ചെരിഞ്ഞ് നിന്നോട്ടോ, അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. ഇതിലേക്ക് നിവർന്ന് നിൽക്കുക. സ്റ്റാർട്ട്. ഈ കൈ ഇവിടെ വെച്ചോ, ഈ കൈ പതിച്ച് വെച്ചോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല മുതൽ കാല് വരെയുള്ള ഭാഗം സ്ട്രൈറ്റ് ആയിരിക്കണം.
ഒരേ കറക്റ്റ് ലെവലിലായിരിക്കണം കേട്ടോ. ഇതിൽ ഹോൾഡ് ചെയ്യുക. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗവും സ്ട്രെയിറ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തോ. നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് നിന്നോ. ബോഡിയിലുണ്ടാകുന്ന ആ ഒരു ഫീൽ തിരിച്ചറിഞ്ഞോ, നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വലിച്ചിൽ. ഹോൾഡ് 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 മാക്സിമം. ഓക്കെ, റിലാക്സ്. നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഗോ. സ്റ്റഡി ആയിരിക്കണം. ഒരേ ലെവലിൽ ബോഡി വെച്ചോളുക. കാൽമുട്ടോ ഹിപ്പോ ഒന്നും മടക്കരുത്. നോർമൽ ബ്രീത്ത് ചെയ്തോ. മാക്സിമം ആ ബോഡി വെയിറ്റ് ഇങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുക കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആണെങ്കിൽ ടൈം കുറച്ച് ചെയ്താൽ മതി. കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്ക് റെഡിയാവും. റിലാക്സ്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആൻഡ് പ്ലാങ്ക് വിത്ത് ഷോൾഡർ ടാപ്പ് ചെയ്യാം. ഇത് സിമ്പിളാണ്. സ്റ്റാർട്ട് ചെയ്യാം. പുഷപ്സിൻ്റെ സ്റ്റാൻഡിൽ നിന്നോ. ബോഡി സ്ട്രെയിറ്റ് ആണ്, കൈകൾ സ്ട്രെയിറ്റ് ആണ്. ഇനി ടാപ്പ് ചെയ്യുക. 1 2 3 4 5 6. മാക്സിമം ചെയ്തോ. സ്ലോ ആയിട്ട് തന്നെ ചെയ്തോ കേട്ടോ. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നോർമൽ ബ്രീത്താണ്. ഈ ഒരു സ്പീഡിൽ ചെയ്താൽ മതി. ഒരുപാട് സ്പീഡായിട്ട് ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു. ഇനി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും 2-3 റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. 2-3 റൗണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്ലാങ്കിങ് പോസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോഡി വെയിറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ എല്ലാം ഏത് ചെയ്താലും നമുക്ക് റിസ്ക് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാലും നിങ്ങൾക്ക് ഇതിലേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ കോർ മസിൽസിനെയും സൈഡിലുള്ള ഈ ഒരു മസിൽസിനെയും ഈ വിഭാഗത്തേക്ക് ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു ചുരുങ്ങിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ പാട് നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 2-3 സെറ്റായിട്ട് ചെയ്തു പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.